വളരുന്നവരെ. വായിച്ചാൽ വളരും, വായിച്ചില്ലെങ്കിൽ വളരും എന്ന് കുഞ്ഞൻ മാഷ് തന്റെ കവിതയിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുമ്പോൾ അതിലും വർഷങ്ങൾക്ക് മുൻപ് വിശുദ്ധ ചാവറ പിതാവ് ഇപ്രകാരം നമ്മെ ഓർമ്മിപ്പിച്ചു. ചീത്ത പുസ്തകങ്ങൾ സൂക്ഷിക്കുന്നത് വായിക്കാനിൽ തീ ഒഴിച്ചു വെക്കുന്നത് പോലെയാണ്. നമസ്കാരം. ഇന്ന് നാം ഇവിടെ ചിന്തിക്കുന്ന വിഷയം വിദ്യാർത്ഥികളും നവമാധ്യമ ഉപയോഗവും എന്നതിനെ കുറിച്ചാണ്. മാധ്യമ ആധിപത്യമുള്ള ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത്. കുടുംബങ്ങളിലെ ജീവിതക്രമങ്ങൾ പലപ്പോഴും TV പരിപാടികളെയും സീരിയലുകളെയും ആശ്രയിച്ചാണ് നീങ്ങുന്നത്. ഇന്ന് കുട്ടികൾക്ക് കിട്ടുന്ന ഡിജിറ്റൽ കളിക്കോപ്പുകളും മൊബൈലും കമ്പ്യൂട്ടർ സംവിധാനങ്ങളും ഒക്കെ അവരുടെ വിരൽ തുമ്പിലെ കളിപ്പാട്ടങ്ങളായി മാറുന്നു. മാധ്യമ പിന്തുണയോടെ നീങ്ങുന്ന ഒരു ലോകത്ത് എങ്ങനെ മാധ്യമങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് ജീവിക്കാനാകും? മാധ്യമങ്ങൾ നന്മയുടെ ചാലക ശക്തിയാണ്. നന്മയുടെ ഉപാധികളാണവ. നന്മയുടെ ഉപകരണങ്ങൾ തിന്മയ്ക്കായി ഉപയോഗിക്കുന്നത് മനുഷ്യ സ്വഭാവം തന്നെയാണ്. അതിനാൽ കുട്ടികൾക്ക് മാധ്യമ അവബോധം നൽകേണ്ടത് ഇന്നിന്റെ ആവശ്യമാണ്. എന്തെടുക്കണം, എന്ത് ഭക്ഷിക്കണം, എങ്ങനെ നടക്കണം എന്നെല്ലാം പറയുന്നത് TV, ഇന്റർനെറ്റ് മുതലായ സംവിധാനങ്ങളാണ്. സൂപ്പർമാൻ വേഷധാരിയായി ഉയരങ്ങളിൽ നിന്നും ചാടി അമാനുഷികത പ്രകടമാക്കി അപകടത്തിൽപ്പെടുന്ന കുട്ടികളുടെയും നിഷേധാത്മകമായ പ്രയോജകർ മാധ്യമങ്ങളല്ലേ? തോക്കുപയോഗിച്ച് സ്കൂൾ വിദ്യാർത്ഥി സഹപാഠിയെ അല്ലെങ്കിൽ അധ്യാപികയെ വകവരുത്തുന്ന സംഭവങ്ങൾ പാശ്ചാത്യ ലോകത്തിൻ്റെതെന്ന് പറഞ്ഞ് തള്ളാവുന്നതല്ല. ഭാരതത്തിലും കൊച്ചു കേരളത്തിലും കത്തിയും കടാരയും എടുക്കുന്ന കുഞ്ഞി കൈകളുടെ സമാന സംഭവങ്ങൾ സാമൂഹിക മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്നുണ്ട്. വിവരം, വിദ്യ, വിനോദം എന്നിവ പകർന്നു നൽകേണ്ട മാധ്യമങ്ങൾ വിവേചനത്തോടെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ അവ നമ്മെ, പ്രത്യേകിച്ചും കുട്ടികളെ വഴിതെറ്റിക്കാൻ ഇടയാക്കും എന്നതിൽ സംശയമില്ല. ആരെ വിശ്വസിക്കണം എന്ന രക്ഷിതാവസ്ഥ വിദ്യാർത്ഥികളെ പിടിമുറുക്കുമ്പോഴും വീട്ടിനുള്ളിലെ ഒരു മുറിയിൽ മാത്രം ഒതുങ്ങിക്കൂടാൻ ഓൺലൈൻ കളികളുമായി ആരോഗ്യം നശിപ്പിക്കുമ്പോൾ